നമസ്കാരം. കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളിൽ പലരും ഡിസംബർ 2025 കേറ്ററ്റ് പരീക്ഷയുടെ അപേക്ഷാ തീയതിയെപ്പറ്റി കുറച്ച് ടെൻഷനിലായിരിക്കും അല്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ള ഒരാശ്വാസ വാർത്തയാണിത്. അതെ, നിങ്ങളുടെ അപേക്ഷ സമർപ്പണത്തെ നേരിട്ടു ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് ആ മാറ്റമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ ആ സന്തോഷ വാർത്ത ഇതാണ്. കേറ്ററ്റിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നീട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അപേക്ഷ പൂർത്തിയാക്കാൻ ഇനി കുറച്ചുകൂടി സമയം കിട്ടും. ശരി, അപ്പോൾ ഈ പുതിയ ഡേറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അപേക്ഷിക്കാനുള്ള പുതിയ അവസാന ദിവസം ഇതാണ്. അതെ, ജനുവരി 12, 2026 പുതുക്കിയ അവസാന തീയതി. പക്ഷെ ഡേറ്റ് മാത്രം ഓർത്താൽ പോരാ, ഒരു കൃത്യമായ സമയം കൂടിയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നേ ദിവസം രാവിലെ കൃത്യം 10 മണി വരെ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. ആ സമയം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഇത് എവിടുന്നുള്ള വാർത്തയാണ്, വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ അല്ലേ? നമുക്കതിൻ്റെ ഉറവിടം ഒന്ന് പരിശോധിക്കാം. ഇതൊരു ഫേക്ക് ന്യൂസൊന്നും അല്ല കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് പരീക്ഷാ ഭവനിൽ നിന്ന് തന്നെയുള്ള ഒഫീഷ്യൽ അറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അപ്പോൾ എന്തിനാണിങ്ങനെ ഡേറ്റ് നീട്ടിയത്? ഈ മാറ്റം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാര്യം വളരെ സിമ്പിളാണ്. അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്കും അല്ലെങ്കിൽ അവസാന നിമിഷത്തെ തിരക്ക് കാരണം ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയാണ് ഈ മാറ്റം. എല്ലാവർക്കും ഒരു ടെൻഷനുമില്ലാതെ അപേക്ഷകൾ പൂർത്തിയാക്കാനുള്ള ഒരവസരം. ശരി, അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ? നോക്കൂ, പരീക്ഷ കേറ്ററ്റ് ഡിസംബർ 2025. ഈ അറിയിപ്പ് വന്നിരിക്കുന്നത് പരീക്ഷാഭവനിൽ നിന്നാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഇതാണ്: പുതിയ ഡെഡ്ലൈൻ ജനുവരി 12, 2026 രാവിലെ 10 മണി വരെയാണ്. ഈയൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം കൂടി. ഈ വാർത്ത അറിയാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് കൂടി ഈ വിവരം ഒന്ന് എത്തിച്ചു കൊടുക്കുക. അവർക്കിത് വലിയൊരു സഹായമായിരിക്കും. തീർച്ചയായും അവരുമായി ഷെയർ ചെയ്യുക.